ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പം ഇന്ന് രാവിലെ ഇങ്ങനെ എണീക്കുമ്പോൾ ഞാനൊന്ന് നോക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു എല്ലാ അമ്മമാരും അങ്ങനെ ആയിരിക്കും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെയുള്ള അമ്മമാർ രാവിലെ എണീക്കുമ്പോഴേ അവരുടെ മുഖം ഒന്ന് കണ്ട് എന്തിയേ എന്ന് ആ ഒരു ഇത് കണ്ട് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് വലിയൊരു ഇതാണ്. ഇന്ന് ഞാനും കുഞ്ഞും മാത്രമേ ഉള്ളൂ രാവിലെ ഇവിടെ. അച്ഛനും അമ്മയും അനിയനും കൂട്ടി അമ്പലത്തിൽ പോയതാണ് അവർ കേട്ടോ. കാരണം ഞങ്ങൾക്കാണെങ്കിൽ പോകാൻ പറ്റില്ല. കുഞ്ഞിന് ചോറൂണൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റൂ. അതുകൊണ്ട് ചോറൂണായിട്ടില്ല, അടുത്ത മാസമാണ്. അപ്പം അടുത്ത മാസം കഴിയുമ്പം തൊട്ട് ഞങ്ങൾക്കും പോകാം. അപ്പം അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് വേണം അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോകാൻ. ഞാനിങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോകുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അവർ വരുന്നതിന് മുമ്പ് നമുക്കൊന്ന് പോയി കുളിച്ചിട്ട് വരാം. അപ്പോൾ ഈ എണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ എണ്ണ തീരാറായി. ഞാനല്ല തീർത്തത്. എനിക്ക് ഈ എണ്ണ പുരട്ടുന്നതിനോട് ഒട്ടും താല്പര്യമില്ല, എനിക്ക് മടിയാണ് കേട്ടോ. അപ്പം അമ്മ വഴക്ക് പറഞ്ഞാണ് ഞാൻ പുരട്ടാറ്. ഇന്നെന്തോ ഒന്ന് പുരട്ടാമെന്ന് വിചാരിച്ചു. കാരണം മുടി ആകെ ഒന്ന് ഇതായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് കുറച്ച് ഇതാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ താഴെ സൗണ്ട് കേട്ടു. അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ആൾ എന്ത് ചെയ്യുന്നു പോയി നോക്കി. നല്ല ഉറക്കമാണ് കേട്ടോ, നല്ല ഉറക്കമാണ്. ഞാൻ ഉണർത്താൻ പോയില്ല. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കാലൊക്കെ ഇട്ട് അടിക്കുന്നുണ്ട്. ഞാൻ എണീറ്റിട്ടുണ്ട് അമ്മയെന്നുള്ളതിൻ്റെ ആ ഒരു ഇതാണ്. എന്നെ വിളിച്ച് കാണിക്കുകയാണ്, ഞാൻ എണീറ്റിട്ടുണ്ട്, എണീക്കാൻ പോവാണ്, പാലൊക്കെ തരാനുള്ള ഇതെടുത്തോ എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ എണീറ്റിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് സമാധാനിപ്പിച്ച് ഒന്ന് ഇതാക്കിയിട്ട് നമുക്ക് പാലൊക്കെ കൊടുത്ത് കുഞ്ഞിനെ ഒന്ന് ഓക്കെ ആക്കാമെന്ന് വിചാരിച്ചു. വിശന്ന് കാണും. ഇനിയും കുറച്ച് വെയിൽ കൊള്ളിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ജസ്റ്റ് ഒന്ന് പാലൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് വെയിൽ കൊള്ളിക്കാനൊന്ന് പുറത്തു പോയി. ഇനിയും അമ്മയെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഒരു മുക്കുറ്റി പറിക്കാൻ പോകട്ടോ. കർക്കിടക മാസം ആകുമ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും, കർക്കിടകത്തിൽ ഈ മുക്കുറ്റിയില്ലേ, ആ മുക്കുറ്റി ഇങ്ങനെ ഞാൻ കാണിക്കാം എങ്ങനെയാണെന്ന്. എല്ലാവരും ചെയ്യുന്നതായിരിക്കും, എങ്കിലും ഞാനും അമ്മ ഇത് ഇപ്പം 2-3 വർഷമായിട്ട് ചെയ്യുന്നുള്ളൂ. അമ്മ ചെയ്യുമായിരുന്നെന്ന് തോന്നുന്നു, പക്ഷെ ഞാൻ ഇതിലോട്ടൊരു ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് കുറച്ചായതേ ഉള്ളേ. അത് ചെയ്യുകയാണ് കേട്ടോ. അതങ്ങനെ മുക്കുറ്റി കഴുകിയിട്ട് നമ്മളിങ്ങനെ എടുക്കുക. എനിക്കതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല കേട്ടോ. സാധാരണ അമ്മ ഇങ്ങനെ ചെയ്തിട്ട് അമ്മയാണ് എനിക്ക് തൊട്ട് തരാറ്, ഞാൻ തന്നെ പോയി ചെയ്യാറില്ല. ഇന്നിപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ അത് ഉരച്ച് തൊടാൻ ശ്രമിക്കുകയാണേ. പക്ഷേ ഞാനത് ഉരച്ചിട്ടൊന്നും അങ്ങോട്ട് ആകുന്നില്ല, എന്താണെന്ന് എനിക്കറിയത്തില്ല. നല്ലതായിട്ട് ആ നീര് വരുന്നുണ്ട്, പക്ഷേ അതങ്ങോട്ട് ശരിയാകുന്നില്ല. അമ്മ തൊടുമ്പോൾ നല്ല കുറച്ചുകൂടെ കട്ടിക്ക് കിട്ടാറുണ്ട്, പക്ഷെ ഞാൻ തൊട്ടിട്ട് സെറ്റാവുന്നില്ല. തൊട്ട് നോക്കട്ടെ. ചെയ്തിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇത് അമ്മയുടെ കൊടുത്തിട്ട് സെറ്റാക്കാം. അമ്മ സെറ്റാക്കി. കണ്ടോ, ഇതിൻ്റെ കാ മൊത്തവും അണ്ണാനും കിളികളും എല്ലാം പറിച്ചിട്ടേക്കുക. അതുകൊണ്ട് എത്ര മുറ്റം അടിച്ചാലും ഇതിങ്ങനെ കിടക്കും. ഇതിൽ പിന്നെയും പൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കും. രാവിലെ ഇനിയും ഇഡലിയും സാമ്പാറുമാണ് ഇവിടെ. അപ്പം ഇഡ്ഡലി സാമ്പാറും എനിക്ക് ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ്. ഇഡലിയും ദോശയും സാമ്പാറും ആണെങ്കിലും ഇഷ്ടമാണ്. ഇഡലിയുടെ കൂടെ ഒന്നുകൂടി ഇഷ്ടം കടലക്കറിയാണ്. അപ്പോൾ ഇന്നിവിടെ ദോശയും സാമ്പാറുമാണ്. ഞാൻ ഈ തിരയുന്ന എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങാണേ. എനിക്ക് ഈ സാമ്പാറിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് ഉരുളക്കിഴങ്ങ്, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. അപ്പോൾ അത് കഴിക്കുകയാണേ. ഇനി കുഞ്ഞിൻ്റെ കുറച്ച് ഉടുപ്പുകളുണ്ട് ഇന്നലെ നനച്ചിട്ടത്, അപ്പോൾ അത് മടക്കി വെക്കാം. അന്നേരത്ത് അമ്മ കുഞ്ഞിനെ കൊണ്ട് കുളിപ്പിക്കാൻ കൊണ്ടുപോയിക്കോ കേട്ടോ. കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം മടക്കി സെറ്റാക്കി ഇതുകൊണ്ട് ആ ബാസ്ക്കറ്റിലിട്ട് വെക്കണം. അതാണ് ഇനി അടുത്ത പരിപാടി. ഇതെല്ലാം കുഞ്ഞുടുപ്പുകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണേ. ഇന്ന് ഇടാനുള്ള ഡ്രസ്സാണ് ഞാൻ എടുത്ത് വെക്കുന്നത്. ഇന്ന് കുളിപ്പിച്ചിട്ട് വരുമ്പോൾ ഇടാനുള്ള ഡ്രസ്സും കുഞ്ഞിന് ബോഡി ലോഷനും എല്ലാം എടുത്ത് വെക്കുവാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അമ്മ കുളിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ ഇനി എൻ്റെ ഡ്യൂട്ടിയാണ് അതെല്ലാം ഇട്ട് സെറ്റാക്കാൻ കുഞ്ഞിനെ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ദേ വന്നിട്ടുണ്ട് ഞങ്ങൾ. ഇനി ഞങ്ങളുടേതായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളാണ്. കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് എന്നോട് കഥയൊക്കെ ഇങ്ങനെ കഥ പറയാമെന്ന് ഉദ്ദേശിച്ചത് മൂളുകയും എന്നോടിങ്ങനെ ഓരോന്ന് കാണിച്ച് ചിരിക്കുകയും
എൻ്റെ മുടി പിടിച്ച് വലിക്കുകയും അങ്ങനെയൊക്കെയുള്ള അവൻ്റെ ഒരു കുറുമ്പുകളാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇനി ഇതെല്ലാം സെബാമെഡാണ് ഇടുന്നത്, ബോഡി ലോഷൻ. അതൊക്കെ ഇട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ, കുഞ്ഞിനെ ഒരുക്കാനേ. അപ്പോൾ അങ്ങനെ കുഞ്ഞിനെ അതെല്ലാം ഇട്ട് റെഡിയാക്കി. കേട്ടില്ലേ, എന്നോട് എന്തൊക്കെയോ സംസാരിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പം കുളിക്കാനാണെങ്കിലും ഒരുങ്ങാനാണെങ്കിലും ഡ്രസ്സ് ഇടാനാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ എവിടെയെങ്കിലും യാത്ര പോകാനാണെങ്കിലും എല്ലാത്തിനും ഓക്കെയാണ്, ആളപ്പം റെഡിയാണ്. പക്ഷേ നമ്മളങ്ങനെ പുറത്തോട്ടൊന്നും അധികം കൊണ്ടുപോയിട്ടില്ല. വാക്സിനേഷൻ എടുക്കാനും ഹോസ്പിറ്റലിലും ഒക്കെ കൊണ്ടുപോയിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞല്ലേ. അപ്പം നമ്മളിപ്പം പുറത്തോട്ട് ഇപ്പം കൊണ്ടുപോയി ഇപ്പം എല്ലായിടത്തും പനിയും അതൊക്കെയല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ. ഇനി കുഞ്ഞിനെ ഞാൻ അമ്മയെ ഏൽപ്പിച്ചിട്ട് കുഞ്ഞിൻ്റെ തുണി നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വിരിക്കാൻ വന്നതാണ് കേട്ടോ. അമ്മ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം എടുത്ത് വിരിക്കുകയാണ്. നല്ല ഒരു വെയിൽ ഇന്ന് കണ്ടു, കുറേ ദിവസത്തിന് ശേഷം. കർക്കിടകം ആയതുകൊണ്ട് തന്നെ അങ്ങ് ഭയങ്കര മഴയായിരുന്നു, തുണികളൊന്നും ഉണങ്ങുന്നില്ലായിരുന്നു, കുഞ്ഞിൻ്റെ ആണെങ്കിൽ പോലും. അപ്പോൾ വെയിലത്തോട്ട് നീക്കി വെക്കുവാണേ. നല്ല കാറ്റുണ്ട്, ഞാൻ തുണി വിരിക്കുമ്പം തന്നെ കണ്ടില്ലേ, പുറത്ത് നല്ല കാറ്റാണ്. അപ്പോൾ വെയിലത്തോട്ടത് നീക്കി വെക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അതെടുത്ത് മാറ്റി വെക്കണം, കാരണം കുഞ്ഞിൻ്റെ തുണി അധികം വെയിൽ കുളിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. ഉച്ചയ്ക്ക് അങ്ങനെ ചോറ് കഴിക്കാൻ സമയമായി. അങ്ങനെ ചോറമ്മ എടുത്ത് വെച്ച്, അപ്പം ചോറ് കഴിക്കാൻ വന്നതാണ് കേട്ടോ. എനിക്കിഷ്ടമുള്ള കൂട്ടാനുകളൊക്കെയാണ്, പുളിശ്ശേരിയും തോരനും മെഴുക്കുവരട്ടിയും. അങ്ങനെ അതെല്ലാം ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് ഉച്ച മയങ്ങാമെന്ന് വിചാരിച്ച് വന്നതാണ്. എന്നപ്പം നേടെ അമ്മ കുഞ്ഞിനെ എല്ലാം ഉറക്കിയിട്ടിട്ടാണ് എനിക്ക് ചോറ് എടുക്കാൻ വേണ്ടി പോയത് കേട്ടോ. അപ്പം ഞാൻ വന്നപ്പോഴത്തേക്ക് കറക്റ്റ് ഉണർന്ന് കിടക്കുമായിരുന്നു, കരയാനുള്ള ഭാവത്തിലായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് ഇനി വഴക്കുണ്ടാക്കുന്നതിന് മുമ്പ് എടുത്തൊന്ന് സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ ക്യാമറയിലോട്ട് നോക്കുകയാണ്, എന്താണ് അവിടെ ഓണായിട്ടിരിക്കുന്നതെന്ന് നോക്കുകയാണ് കേട്ടോ. ഞാനപ്പം മൊബൈൽ അങ്ങനെ കാണിക്കാറില്ല, അങ്ങനെ കാണിക്കരുത് എന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനി മാക്സിമം കുഞ്ഞിനെ മൊബൈലിലൊന്നും കാണിക്കരുത്, സ്ക്രീൻ ടൈം ഒഴിവാക്കണം, കുറേ കളിപ്പാട്ടങ്ങൾ ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ അതിലേക്ക് മാറ്റണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. നടക്കുമോയെന്നറിയില്ല, എന്തായാലും അങ്ങനെ ഞങ്ങൾ കുറേ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്ന് ഓക്കെ ആക്കുവാണ്. കരയാനൊക്കെ ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഉറങ്ങുമായിരുന്നു, ഉറക്കത്തിൽ നിന്ന് എന്തോ സ്വപ്നം കണ്ടെങ്ങാണ്ട് എണീറ്റയാണ്. അപ്പോൾ എണീറ്റപ്പം കറക്റ്റ് സമയത്ത് ഞാൻ വന്നായിരുന്നു. ഞാൻ അനിയനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്, അപ്പം അനിയനുണ്ടായിരുന്നു. അപ്പം ഉണർന്നു എന്ന് പറയുകയും ഞാൻ ചെല്ലുകയും കൂടെ ആയിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു തരത്തിൽ അങ്ങനെ ഇങ്ങനെ സമാധാനപ്പെടുത്താൻ ഞാൻ നോക്കുകയാണ്. ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല, അങ്ങനെ എടുത്തോണ്ട് നടക്കണം. ഇങ്ങനെ എടുത്ത് നടന്ന് ഇങ്ങനെ കൊണ്ട് കിടത്താനുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ, പക്ഷേ നടക്കുന്നില്ല. ലാസ്റ്റിൽ ഞാൻ കിടത്തി നോക്കാമെന്ന് വെച്ചിട്ട് കിടത്തി കേട്ടോ. കിടത്തിയപ്പം ഒന്ന് ഓക്കെ ആകും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ വിചാരിച്ച പോലെ തന്നെ എന്നോടൊരൊന്ന് സംസാരിക്കുക, എന്നോടൊരൊന്നും ഇങ്ങനെ മൂളുവാണ്. നമുക്ക് ഉറങ്ങാമെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഓക്കെ ആക്കാൻ ശ്രമിക്കുക കേട്ടോ. പക്ഷേ ഉറങ്ങുന്ന മട്ടൊന്നും കാണുന്നില്ല, എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്നെ എടുത്തുകൊണ്ട് പോകുന്നില്ലേ, ഇനിയും എനിക്ക് കിടക്കണ്ട, ഉറക്കം മാറി എന്നൊക്കെ ഇങ്ങനെ എന്നോട് ഓരോന്ന് പറയുകയാണ്. അപ്പം ഞാനൊന്ന് സംസാരിച്ച് ഒന്ന് ഓക്കെ ആക്കുവാണ്. അങ്ങനെ കഥയൊക്കെ പറഞ്ഞിരുന്നതല്ലാതെ ഞങ്ങളുടെ ഉറക്കമൊന്നും നടന്നില്ല. അങ്ങനെ കുറച്ച് കാറ്റൊക്കെ കൊള്ളിക്കാമെന്ന് വെച്ച് പുറത്തിറങ്ങിയപ്പം പ്ലാസ്റ്റിക് എടുക്കാൻ വന്ന ചേച്ചി ഇങ്ങനെ പോകുന്നത് കണ്ടു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് ഫ്രഷായി, ഡ്രസ്സൊക്കെ മാറി ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ മുറ്റത്ത് വന്ന് നിന്നിങ്ങനെ വെയിലൊക്കെ കൊള്ളുക കേട്ടോ. ഞാൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് വെയിലൊക്കെ നന്നായിട്ട് കുറഞ്ഞു. വെയിൽ കണ്ടിട്ടാണ് എടുത്തുകൊണ്ട് വന്നത്, പക്ഷേ പെട്ടെന്ന് വെയിലൊക്കെ മാറി. ഒരു കണക്കിന് അത് നന്നായി, കാരണം ഒരുപാട് വെയിൽ കൊള്ളില്ലല്ലോ. കഥയൊക്കെ മതിയൊക്കെ ഞങ്ങളിങ്ങനെ പോന്നു. നല്ല കൊതുക് ശല്യമായിരുന്നേ. അപ്പം ഒന്നാമത് സന്ധ്യ ആവാറായി, അതുകൊണ്ട് നല്ല കൊതുക് ശല്യം ഉണ്ടായിരുന്നു. അപ്പം കൊണ്ടുവന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, കുഞ്ഞിന് കരയാൻ തുടങ്ങി കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇവിടെ കിടത്തണ്ട, കൊണ്ട് ഫീഡൊക്കെ ചെയ്തിട്ട് ഒന്ന് ഉറക്കാമെന്ന് വിചാരിച്ചു. കാരണം ഉറങ്ങാനുള്ള ഇതും കൂടെ ആയിരിക്കും, കാരണം പകലൊന്നും ഉറങ്ങിയിട്ടില്ലല്ലോ.
ആകെ ആ കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ആ ഉറക്കത്തിൻ്റെ ഒരു ഇതും കൂടെ കാണും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനെന്നാൽ ഉറക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുപോയി. അങ്ങനെ ഉറങ്ങിയൊക്കെ എണീറ്റ് വന്നപ്പോഴത്തേക്ക് അമ്മ ദേണ്ട സ്നാക്സ് ഉണ്ടാക്കി. അപ്പം അതും കട്ടൻ ചായയുമാണ് കേട്ടോ. കട്ടൻ ചായയും അതുകൂടെ കുടിക്കുകയാണ്. ഇത് ഉള്ളിവടയെന്ന് പറയാം, ഉള്ളി വടയാക്കിയിട്ടില്ല. അപ്പം ഒരു പക്കവട പോലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ചുമ്മാ നമുക്ക് മഴ സമയമൊക്കെ അല്ലേ, ഒന്നാമത് കർക്കിടകമല്ലേ, നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ കഴിയുകയാണ് കേട്ടോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട്